വാർത്തകൾ വിശദമായി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നുവെങ്കിലും മതവിശ്വാസം വിഷയങ്ങളിൽ കോടതി തലയിടരുതായിരുന്നുവെന്ന് ശബരിമല അയ്യപ്പ സേവ സമാജം. ദേശീയ കമ്മിറ്റി ചേർന്ന വിഷയത്തിൽ എന്ത് തുടർ നടപടികൾ വേണമെന്ന് ആലോചിക്കും. നിയമപരമായി മാത്രമേ നീങ്ങുകയുള്ളൂ. സ്ത്രീ പ്രവേശനം ശബരിമലയിലൂടെ വിശിഷ്ടത ഇല്ലാതാക്കുന്നുവെന്നും അയ്യപ്പ സേവ സമാജം ഭാരവാഹികൾ പറഞ്ഞു. കോടിക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്ന ശബരിമലയിൽ സ്ത്രീകൾ കൂടി പ്രവേശിക്കുന്നത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിന് പ്രളയകാലത്ത് അനുവദിച്ച അധിക ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമെന്ന് കേന്ദ്ര സർക്കാർ. അധിക ഭക്ഷ്യവസ്തുക്കളുടെ പണം ദുരിതാശ്വാസ സഹായത്തിൽ നിന്ന് ഈടാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ അറിയിച്ചു. ഓഗസ്റ്റ് 21-ന് സൗജന്യമെന്ന് പറഞ്ഞ് കേരളത്തിന് നൽകിയ അധിക ഭക്ഷ്യധാന്യത്തിന് പണം ഈടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം വ്യക്തമാക്കിയിരിക്കുന്നത്. അധിക ഭക്ഷ്യവസ്തുക്കളുടെ പണം കേന്ദ്രം കേരളത്തിന് നൽകുന്ന ദുരിതാശ്വാസ സഹായത്തിൽ നിന്ന് ഈടാക്കുമെന്നും കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ കെ രാഗേഷ് എംപിക്ക് രേഖാമൂലം മറുപടി നൽകി. MSP നിരക്കിലാണ് അധിക ഭക്ഷ്യധാന്യം അനുവദിച്ചതെന്നും ആ നിരക്കിൽ തന്നെ തുക ഈടാക്കുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. 89,540 മെട്രിക്കിന്റെ വില കുറച്ചുള്ള തുകയെ ഇനി കേന്ദ്ര സഹായമായി കേരളത്തിന് ലഭിക്കൂ. ഏതാണ്ട് 250 കോടി രൂപയോളം കേരളത്തിന് ഇതോടെ നഷ്ടമാകും. ഉചിതമായ തീരുമാനം വിഷയത്തിൽ എടുക്കാമെന്ന് കേരളത്തിലെ സർവകക്ഷി എംപിമാർക്ക് ഉറപ്പു നൽകിയ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കേരളത്തിന് അനുചിതമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ള ഉറപ്പുണ്ട്. അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഉചിതമായിട്ടുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് 220 കോടിയോളം ഉറുപ്പിക സംസ്ഥാനം നൽകിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് വിലയായി നൽകേണ്ടി വരും എന്ന നിലയിലാണ് ഉചിതമായ തീരുമാനം വന്നിരിക്കുന്നത്. FCI സ്റ്റേറ്റ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഒക്ടോബർ 1-ന് ചേരുന്ന യോഗത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കെ രാഗേഷ് എംപി പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് കേന്ദ്ര സർക്കാർ തീരുമാനം തിരിച്ചടിയാണ്. വിദേശ സഹായത്തിന് പിന്നാലെ ഭക്ഷ്യധാന്യ വിഷയത്തിലും കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സമീപനം വ്യക്തമാക്കുന്നതാണ് പുതിയ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യാന്തര ചലച്ചിത്രമേള ഇത്തവണ 7 ദിവസമാക്കി നടത്താൻ തീരുമാനം. മേള ചലച്ചിത്ര അക്കാദമി സ്വന്തം നിലയ്ക്കൽ നടത്തുകയാണ് സെക്രട്ടറി മഹേഷ് പഞ്ചു പറഞ്ഞു. നടത്തിപ്പിന് ആവശ്യമായ പണം ഡെലിഗേറ്റ് ഫീസിലൂടെയും സ്പോൺസർമാരിലൂടെയും കണ്ടെത്തും. ഡിസംബർ 7 മുതൽ 13 വരെ ആയിരിക്കും മേള നടത്തുക. മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള രാജ്യാന്തര ചലച്ചിത്രമേള സർക്കാർ ഫണ്ട് ഒഴിവാക്കി പൂർണ്ണമായും ചലച്ചിത്ര അക്കാദമിയുടെ ചെലവിലാകും ഇത്തവണ നടത്തുക. 8 ദിവസമായി നടന്നിരുന്ന മേള ഇത്തവണ 7 ദിവസമാക്കിയാണ് നടത്തുക. 3.5 കോടി അടിസ്ഥാന ബജറ്റിൽ ചെലവുകൾ ഒതുക്കും. ഇതിൽ 2 കോടി ഡെലിഗേറ്റ് പാസ് വിതരണത്തിലൂടെ സമാഹരിക്കും. ഇതിനു പുറമെയുള്ള 1.5 കോടി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് അക്കാദമി ശ്രമിക്കുന്നതെന്ന് സെക്രട്ടറി മഹേഷ് പഞ്ചു പറഞ്ഞു. ഡെലിഗേറ്റ് ഫീസ് 1500 അല്ലെങ്കിൽ 2000 ഉയർത്തണം എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു വികാരം. അത് എങ്കിൽ മാത്രമേ നമുക്കൊരു 2 കോടി രൂപ ലഭ്യമാവുകയുള്ളൂ. ആ 2 കോടി ലഭ്യമായാൽ മാത്രമേ പിന്നെ ബാക്കിയുള്ള ഒരു 1.5 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അടുത്ത ആഴ്ച മുതൽ സെലക്ഷൻ ജൂറി സിനിമകൾ കണ്ടു തുടങ്ങും. ഇത്തവണ ഏഷ്യൻ സിനിമകൾക്കായിരിക്കും പ്രാധാന്യം. സിനിമയും അണിയറ പ്രവർത്തകരെയും എത്തിക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും ഇത്തവണ ഉണ്ടാകില്ല. 10 ലക്ഷം രൂപയാണ് പുരസ്കാരത്തിനായി നൽകുന്ന തുക. ലോക സിനിമ, മത്സര വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ, റെട്രോസ്പെക്റ്റീവ് എന്നീ പാക്കേജുകൾക്ക് പുറമെയുള്ള പ്രത്യേക പാക്കേജുകളും ഒഴിവാക്കും. വിദേശ ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അതിഥികളെയും കുറയ്ക്കാനാണ് അക്കാദമി ആലോചിക്കുന്നത്. പുരസ്കാരം പ്രധാന വിഭാഗങ്ങൾക്ക് മാത്രമായും ചുരുക്കും. മേളയുടെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. ഡിസംബർ 7 മുതൽ 13 വരെയായിട്ടാകും മേള നടത്തുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിക്കൽ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡ് 2018 ഇന്ന് വിതരണം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ മന്ത്രി M. മണി ഡോക്ടർമാരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും സന്നദ്ധ പ്രവർത്തന രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർമാരെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഡോക്ടേഴ്സ് അവാർഡ്. ഈ വർഷത്തെ പുരസ്കാരം ഇന്ന് 2:30 തിരുവനന്തപുരം ഹിൽട്ടൺ ഗാർഡനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി M. മണി വിതരണം ചെയ്യും. കൈരളി TV ചെയർമാൻ മമ്മൂട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും. മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ ആമുഖ പ്രഭാഷണം നടത്തും. LDF കൺവീനറും കൈരളി TV ഡയറക്ടറുമായ A. വിജയരാഘവൻ, ഡയറക്ടർമാരായ CK കരുണാകരൻ, VK മുഹമ്മദ് അഷ്റഫ്, AK മൂസ മാസ്റ്റർ, TR അജയൻ, അഡ്വക്കേറ്റ് MM മോനായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും.
പുരസ്കാരങ്ങൾക്കായി വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ലഭ്യമായ അപേക്ഷകളിൽ ഡോക്ടർ ബി ഇക്ബാൽ, ഡോക്ടർ രാജശ്രീ വാര്യർ എന്നീ ജൂറി അംഗങ്ങൾ തെരഞ്ഞെടുത്ത ഡോക്ടർമാർക്കാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ന് ലോക ഹൃദയദിനം. ഹൃദയദിനത്തിൽ ഹൃദ്രോഗികൾക്ക് ആശ്വാസമായി മാറുകയാണ് ആലപ്പുഴ സഹകരണ ആശുപത്രി. സ്വകാര്യ മേഖലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ വെല്ലുന്ന ചികിത്സ കുറഞ്ഞ നിരക്കിൽ രോഗികൾക്ക് ലഭ്യമാക്കി വരികയാണ് ഈ സഹകരണ ആശുപത്രി. ജി സുധാകരൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ സഹകരണ ആശുപത്രി സ്ഥാപിച്ചത്. നിലവിൽ 35 വിഭാഗങ്ങളിലായി നിരവധി ഡോക്ടർമാർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഹൃദ്രോഗ വിഭാഗത്തിലെ മികച്ച സേവനങ്ങളാണ് സഹകരണ ആശുപത്രിയെ ശ്രദ്ധേയമാക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയയടക്കം സ്വകാര്യ മേഖലയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. കുറഞ്ഞ ചെലവിൽ ഏവർക്കും ഇത് ലഭ്യമാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഉയർന്ന ചികിത്സാ ചെലവ് ഇവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ എല്ലാ സ്വഭാവങ്ങളും നിലനിർത്തുന്നതായിരിക്കും. മെച്ചപ്പെട്ട നഴ്സിംഗ് കെയർ, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട മുറികൾ, വാർഡുകൾ തുടങ്ങിയ എല്ലാ ഭൗതിക സൗകര്യങ്ങളും കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രികളിലും കിടപിടിക്കുന്നതാണ്. ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന ഭക്ഷണ രീതിയും പുകവലിയുമാണ് ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗം കൂടി വരുന്നതെന്നും ഡോക്ടർ പറയുന്നു. ഒരു നെഞ്ചുവേദന തോന്നിയാൽ ഉടൻ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഹൃദ്രോഗ വിദഗ്ധനെ ബന്ധപ്പെടുക. ECG പരിശോധന നടത്തുക. ECG പരിശോധന എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ തുടർ പരിശോധനയായി എക്കോ, TMT മുതലായ പരിശോധനകൾ നടത്തുക. TMT പരിശോധനയിൽ എക്കോകളിലും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളുടെ സംശയമോ കാണുകയാണെങ്കിൽ തുടർന്ന് ആൻജിയോഗ്രാം പോലുള്ള വിദഗ്ധ പരിശോധനകൾ നടത്തി നമുക്ക് ആ ബ്ലോക്കുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടാനാകുന്നു. സാധാരണക്കാരിൽ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഹൃദ്രോഗ സാധ്യതകൾ തടയാനുമായി എല്ലാ വർഷവും സെപ്റ്റംബർ 29-ാം തീയതിയാണ് ലോക ഹൃദയദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ വർഷത്തെ ഹൃദയദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കൃത്യമായ വ്യായാമം, പുകവലി ഉപേക്ഷിക്കൽ, ആരോഗ്യകരമായ ഭക്ഷണരീതി എന്നിവയിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാമെന്ന സന്ദേശമാണ് ഇതിൽ പ്രധാനം. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പ്രളയത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട കുടുംബത്തിന് ഡിവൈഎഫ്ഐ സ്നേഹവീട് ഒരുക്കുന്നു. കോഴിക്കോട് കുമ്പാറ സ്വദേശിനി സുബൈദയ്ക്കും കുടുംബത്തിനും നിർമ്മിച്ചു നൽകുന്ന വീടിന് തറങ്കല്ലിട്ടു. കോഴിക്കോട് നടക്കുന്ന ഡിവൈഎഫ്ഐ 14ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 4 കുടുംബാംഗങ്ങളാണ് ജില്ലയിൽ വീട് സ്വന്തമാവുക. പ്രളയ പുനരധിവാസ പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങുകയാണ്. ഇവിടെ നവംബർ 11 മുതൽ 14 വരെ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകുക എന്ന ഉത്തരവാദിത്വം യുവജന സംഘടന ഏറ്റെടുത്തത്. ഇക്കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കൂമ്പാറ സ്വദേശിനി സുബൈദയുടെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടമായിരുന്നു. നാട്ടുകാരനായ ജോസ് വാരിയാനി ഇഷ്ടദാനമായി നൽകിയ സ്ഥലത്താണ് വീട് ഒരുങ്ങുന്നത്. തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹവീട് നിർമ്മാണം. ജില്ലയിൽ ഇത്തരത്തിൽ 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി, ഫറൂഖ്, ടൗണ്, താമരശ്ശേരി കമ്മിറ്റികൾ 4 വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. ഈ പൂമ്പാറയിൽ കഴിഞ്ഞ പ്രളയ ദുരിതമുണ്ടായ സമയത്ത് ഉരുൾപൊട്ടലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട് ഉൾപ്പെടെ ഒലിച്ചുപോയിരുന്നു. ആ സാഹചര്യത്തിലാണ് പൂമ്പാറയിലെയും ഈ പ്രദേശത്തെയും ജനങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ഡിവൈഎഫ്ഐയുടെ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി സഫ്വാന്റെ കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്ന് ആലോചിച്ചതും. വീടിന്റെ തറക്കല്ലിടൽ തിരുവമ്പാടി MLA ജോർജൻ തോമസ് നിർവഹിച്ചു. മധുരം വിതരണം ചെയ്ത് നാട്ടുകാർ സന്തോഷത്തിൽ പങ്കുചേർന്നു. സുമൻസൂറുടെ കൂടി സഹകരണത്തോടെ പരമാവധി വേഗത്തിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. RCCയിൽ പുതിയ 14 നില മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിനെ ചുമതലപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. മന്ദിരത്തിനായി 187.22 കോടി ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത്. 26,000 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള ബഹുനില മന്ദിരം 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുകയാണ് ലക്ഷ്യമെന്ന് ദേശീയ ഓപ്പൺ അത്ലറ്റിക് ലോങ് ജമ്പിൽ റെക്കോർഡോടെ സ്വർണം നേടിയ പാലക്കാട് യാക്കര സ്വദേശി ശ്രീശങ്കർ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. പാലക്കാട് നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ റെക്കോർഡ് പ്രകടനത്തോടെയാണ് പാലക്കാടുകാരനായ ശ്രീശങ്കർ ഈ മീറ്റിന്റെ ശ്രദ്ധയാകർഷിച്ചത്. ശ്രീശങ്കർ ഇപ്പോൾ പീപ്പിൾ ടിവിയോടൊപ്പം ചേരുന്നു. എങ്ങനെയായിരുന്നു ശക്തമായ മത്സരം നേരിടേണ്ടി വന്നു?
നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. സർവീസത്തെയും ഹരിയാനത്തെയും കോമ്പറ്റീറ്റേഴ്സ് നന്നായി ചെയ്തു. സർവീസ് ജിനേഷ് ചേട്ടനാണ് സെക്കൻഡ് വന്നത്. ചേട്ടൻ നല്ലപോലെ ജമ്പ് ചെയ്തു. സർവീസിൽ തന്നെ ശിലംബരസനേട്ടൻ 806 ഇന്റർ സർവീസ് മീറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കറിയാം നല്ല കോമ്പറ്റീഷൻ നടക്കുന്നതന്നെ അറിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം പെർഫോം ചെയ്യുന്നുള്ള നല്ല ഉറച്ച പ്രതീക്ഷയോടെ പോയി. എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 8 മീറ്റർ 2 തവണ മറികടക്കാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 8 മീറ്റർ ആദ്യമായാണ് മറികടക്കുന്നത്, അതോടൊപ്പം തന്നെ റെക്കോർഡും. എങ്ങനെ കാണുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിൽ 8 മീറ്റർ കടക്കാമെന്ന് മാത്രമുള്ള ഒരു എയിമായിരുന്നു. ഇപ്പോൾ ഈ 20 ജമ്പ് ചെയ്ത് നാഷണൽ റെക്കോർഡ് ഇട്ടപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ദൈവത്തിനോടും എൻ്റെ അച്ഛനും അമ്മയോടും എല്ലാവരോടും എൻ്റെ കുടുംബത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. ജക്കാർത്തയിൽ ഈ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഒരു മെഡൽ കിട്ടുമായിരുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് തീർച്ചയായും ജക്കാർത്തയിൽ ഈ ജമ്പ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് സിൽവർ മെഡൽ കിട്ടിയായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ റൺ അപ്രോച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റിൽ കുറച്ച് പ്രോബ്ലം വന്നു. അന്ന് അച്ഛൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. അന്ന് അച്ഛൻ എൻ്റെ കൂടെ വന്നായിരുന്നെങ്കിൽ അന്നൊരു മെഡൽ എനിക്ക് കിട്ടുന്ന തന്നെയായിരുന്നു എൻ്റെ ഉറച്ച പ്രതീക്ഷ. ഈ ഭാവിയിലുള്ള കോമ്പറ്റീഷൻസ് നന്നായി ചെയ്ത് രാജ്യത്തിന് വേണ്ടി മെഡൽ നേടാൻ സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എന്താണ് ഇനി അടുത്ത ലക്ഷ്യം? എന്താണ് ഇനി അടുത്ത വർഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അത് 2020 ടോക്കിയോ ഒളിമ്പിക്സിന് മുന്നോടിയായി നടക്കുന്ന കോമ്പറ്റീഷൻസ് ആയതുകൊണ്ട് അതിൽ നല്ലപോലെ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അന്താരാഷ്ട്ര അത്ലറ്റുകളായ മുരളിയും ബിജിമോളുമാണ് ശ്രീശങ്കറിന്റെ മാതാപിതാക്കൾ. മുരളി തന്നെയാണ് ശ്രീശങ്കറിന്റെ പരിശീലകനും എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവരും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? ഞങ്ങൾ സത്യത്തിൽ ഈ ഓപ്പൺ നാഷണൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഏഷ്യൻ ഗെയിംസ് ശേഷം സീസൺ വൈൻഡപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ 8 മീറ്റേഴ്സിന്റെ ഒരു മാർക്ക് അത്രയും ടെറിഫിക് ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 8 മീറ്റേഴ്സ് മാർക്ക് അതൊക്കെ ഈ സീസണിൽ കിട്ടണം എന്നുള്ളൊരു എയിമോട് കൂടി തന്നെയാണ് പോയത്. നാഷണൽ മീറ്റർ റെക്കോർഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, നാഷണൽ റെക്കോർഡ് പ്രതീക്ഷിക്കുന്നില്ല. സംവേർ അറൗണ്ട് 8:10 പ്രതീക്ഷിച്ചത്. എന്തായാലും 8:20 ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ ഒരു ജമ്പ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ മിസറബിൾ ഫൗൾ ഉണ്ടായിരുന്നു. അത് മോർ ദാൻ 8:35 ഉണ്ട്. ഇപ്പോൾ വേൾഡ് ജൂനിയർ റാങ്കിങ് നമ്പർ 1 വന്നിട്ടുണ്ട്. കോമൺവെൽത്ത് ജൂനിയർ റെക്കോർഡ് ഹോൾഡറായപ്പോൾ അങ്ങനെ ഒട്ടനവധി റെക്കോർഡുകൾ ഇതോടെ ഈ ജമ്പോടുകൂടി വന്നു. വളരെയധികം സന്തോഷമുണ്ട്. മോൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ വർഷം 8 മീറ്റർ കടക്കുക എന്നുള്ളത്. അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ജക്കാർത്തയിൽ ഉദ്ദേശിച്ചൊരു ജമ്പ് വന്നില്ല എങ്കിലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇപ്പോഴതിൽ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ലോക ജൂനിയർ റാങ്കിങ്ങിൽ നിലവിൽ 1ാം സ്ഥാനത്താണ് ശ്രീശങ്കർ. ഇനിയും മികച്ച പ്രകടനങ്ങൾ ഈ താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. രാജ്യാന്തര തലത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ശ്രീശങ്കർ പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ കീമോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കുന്നു. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പിന്റെ സഹായത്തോടെ അർബുദ രോഗികൾക്കായി വിദഗ്ധ ചികിത്സ തുടങ്ങുന്നത്. MRI സ്കാനിംഗ് വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കീമോതെറാപ്പി OPയും 1ാം നിലയിൽ കീമോതെറാപ്പി യൂണിറ്റും പ്രവർത്തിക്കും. സിവിൽ വർക്ക്, ഉപകരണങ്ങൾ, മരുന്ന് എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത്. ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഹോസ്പിറ്റലിൽ വരുന്ന ക്യാൻസർ പേഷ്യന്റിന് ഡയാലിസിസ് നടത്തുക, കീമോതെറാപ്പി നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ഈ പ്രദേശത്ത് ക്യാൻസർ കൂടി വരികയാണ് ജില്ലയിൽ. ആ വരുന്ന പേഷ്യൻസ് എല്ലാം ഇപ്പം നമ്മളങ്ങ് തിരുവനന്തപുരം RCCയിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാരിച്ച ചെലവ് അത് അവരെ ഒരു സഹായം നടത്തിക്കൊണ്ട് നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ അവർക്ക് ആവശ്യമായ കീമോതെറാപ്പി നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ജില്ലാ പഞ്ചായത്ത് തനിയെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. കീമോതെറാപ്പി യൂണിറ്റിലേക്ക് കൊല്ലം റോട്ടറി ക്ലബ് ബയോസേഫ്റ്റി ക്യാബിനറ്റും റെസിഡൻസ് അസോസിയേഷൻ വാക്വം ക്ലീനറും സംഭാവന ചെയ്തിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് യൂണിറ്റ് പ്രവർത്തിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഒ പി ചികിത്സയുണ്ട്, കിടത്തി ചികിത്സയുണ്ട്, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുള്ള ഇതുണ്ട്, കീമോതെറാപ്പി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതും 2 കൂട്ടർക്ക് APLനും BPLനും കുറഞ്ഞ നിരക്കിലാണ്. APLകാർക്ക് ഒരു 100 രൂപയ്ക്കും BPLന് 50 രൂപയ്ക്കും. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ പിന്നെ ചൊവ്വയും ബുധനും മാത്രമാണ്. പിന്നെ ഒന്ന് റൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ കിടത്തി ചികിത്സയും കൂടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. കീമോതെറാപ്പി, IP സർവീസ്, മുൻകൂട്ടിയുള്ള ക്യാൻസർ രോഗനിർണയ പരിശോധന, ക്യാൻസർ രോഗ പഠന ഗവേഷണ സൗകര്യങ്ങൾ, ന്യൂട്രോപീനിയ IP OP സർവീസുകൾ, പാലിയേറ്റീവ് സേവനങ്ങൾ, ക്യാൻസർ രോഗ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസുകൾ എന്നീ സേവനങ്ങളും കീമോതെറാപ്പി യൂണിറ്റിൽ ലഭ്യമാണ്. കൊല്ലം ജില്ലയിലെ അർബുദ രോഗികൾക്കാണ് ഒരു സന്തോഷകരമായ വാർത്ത ഇതിലൂടെ ലഭിക്കുന്നത്. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. കലാഭവൻ മണിയുടെ ജീവിതം പറയുന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ ചിത്രത്തിലെ പുതുമുഖ നായിക നിഹാരിക S. മോഹൻ.
കലാഭവൻ മണിയുടെ അറിയപ്പെടാത്ത കാമുകയാണ് ചിത്രത്തിൽ നിഹാരിക എത്തുന്നത്. കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കലാഭവൻ മണിയുടെ ജീവിതം പറയുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് നിഹാരിക പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കലാഭവൻ മണിയുടെ അറിയപ്പെടാത്ത കാമുകിയായ മൃണാളിനി എന്ന നായിക കഥാപാത്രത്തിനാണ് നിഹാരിക ജീവൻ നൽകിയത്. രാജാമണിക്കൊപ്പം തന്നെ നിഹാരികയുടെ കഥാപാത്രവും പ്രേക്ഷകരുടെ മനം കവരുന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാനേ. കലാഭവൻ മണിക്ക് ഒപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മണിയുടെ ജീവിതം പറയുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്ന് നിഹാരിക പറഞ്ഞു. കലാഭവൻ മണിച്ചേട്ടന് എനിക്കൊരിക്കലും നേരിട്ടൊന്ന് സംസാരിക്കാനോ ഒപ്പം അഭിനയിക്കാനോ ഒന്നുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പം മണിച്ചേട്ടന്റെ ജീവിതം പറഞ്ഞ ഈ ഒരു സിനിമയില് ഭാഗമാവാൻ സാധിച്ചപ്പോൾ ഒരുപാട് സന്തോഷം മാത്രമല്ല. കണ്ണൂർ ചോക്ലി സ്വദേശിനി നിഹാരിക എസ് മോഹന് അഭിനയം തന്നെയാണ് ജീവിതം. 3-ാം വയസ്സിൽ കലാരംഗത്തെത്തിയ നിഹാരികയ്ക്ക് നൃത്തം, മോണോ ആക്ട്, നാടകാഭിനയം തുടങ്ങി വഴങ്ങാത്ത ഇനങ്ങളില്ല. സ്കൂൾ കലോത്സവ വേദികളിൽ കലാതിലകമായ നിഹാരികയുടെ മാസ്റ്റർ പീസാണ് 100ഓളം വേദികളിൽ കയ്യടികൾ ഏറ്റുവാങ്ങിയ മലാല എന്ന ഏകപാത്ര നാടകം. ചാലക്കുടിക്കാരൻ ചങ്ങാതിക്ക് പിന്നാലെ മറ്റ് നിരവധി അവസരങ്ങളും ഇപ്പോൾ ഈ നായികയെ തേടിയെത്തുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗാന്ധിജിയുടെ 150ാം ജന്മജയന്തിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവതരണം. കാസർഗോഡ് ബേഡാടുക്ക ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ 250ഓളം വിദ്യാർത്ഥികൾ അരങ്ങിലെത്തുന്ന കലാസംരംഭമാണിത്. സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾ കോർത്തിണക്കി സ്വാതന്ത്ര്യത്തിന് പ്രാണനൂൽ എന്ന പേരിലാണ് ലൈറ്റ് ആൻഡ് ഷോ അവതരിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന സമരപരമ്പരകൾക്ക് നേതൃത്വം വഹിച്ച ഗാന്ധിജിയുടെ ജീവൻ വെടിയുണ്ടകൾ കവർന്നെടുത്തപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഇന്ന് രാജ്യത്ത് ശക്തി സംഭരിക്കുകയാണ്. ഈ സത്യം ഓർമ്മപ്പെടുത്തുകയാണ് പ്രശസ്ത ഫോക്ലോർ കലാകാരൻ ഉദയൻ കുണ്ടൻകുഴിയുടെ നേതൃത്വത്തിൽ കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പ്രാണനൂൽ എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യൻ ജനത നടത്തിയ പോരാട്ടങ്ങളുടെ ഹ്രസ്വചരിത്രത്തിന്റെ രംഗാവിഷ്കാരമാണിത്. ജാലിയൻ വാലാബാഗ് മുതൽ കയ്യൂർ സമരം വരെ വിവിധ പോരാട്ട മുഹൂർത്തങ്ങളും ഭഗത് സിംഗ് മുതൽ വീരപഴശ്ശി വരെയുള്ള പോരാളികളും വേദിയിൽ പുനർജനിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധവും ചരിത്ര സ്മരണകളും പകർന്നു നൽകുകയാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഉദയൻ കുണ്ടൻകുഴി പറഞ്ഞു. 1.5 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാണ്. കുട്ടികളിൽ ചരിത്രബോധവും സാമൂഹ്യ ബോധവും രാഷ്ട്രീയ ബോധവും കൂട്ടായ്മയും ഒക്കെ വളരാൻ ഈ കലാ പരിശീലനം ഒരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബിംബുങ്കൽ നാട്ടകം സാംസ്കാരിക വേദിയും കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTAയുമാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ മുഖ്യ സംഘാടകർ. രാജ്മോഹൻ നീലേശ്വരം രചനയും പ്രവീൺ കാടകം സംവിധാനവും നിർവഹിക്കുന്നു. ഒക്ടോബർ 1 വൈകിട്ട് 6 കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണനൂൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.